ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്മനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്മനീർപ്പൂവിൽ സച്ചി രേവതിയും കൂടി ചന്ദ്രയും രവീന്ദ്രനും തമ്മിലുള്ള പിണക്കം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. സച്ചി രേവതിയും പറയുന്നുണ്ട്, ഇവരുടെ പിണക്കം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവരുടെ പിണക്കം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ അവർ തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ അകലം കൂടും, അവർ തമ്മിലുള്ള ബന്ധത്തിന് വിടവ് കൂടുതലാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ ചന്ദ്രയുടെ രവീന്ദ്രൻ്റെ പിണക്കം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വരികയാണ്. അപ്പോൾ രവീന്ദ്രൻ ഹാളിൽ സോഫയിലാണ് കിടക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്താ ഇവിടെ കിടക്കുന്നത് നോക്കുമ്പോൾ എന്താ എനിക്കിവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ. അച്ഛൻ ഇവിടെ കിടക്കണ്ട, അച്ഛന് ഡസ്റ്റ് അലർജി ഉള്ളതല്ലേ, ഇവിടെ കിടന്ന അച്ഛനെ നാളെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും, അച്ഛനൊരു കാര്യം ചെയ്യുക, റൂമിൽ പോയി കിടക്കുമെന്ന് പറയാണ് സച്ചി. അപ്പോൾ രവീന്ദ്രൻ പറയാം, വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം പറയാം. അമ്മ റൂമിലുള്ളതുകൊണ്ടല്ലേ അച്ഛൻ റൂമിലേക്ക് പോകാത്തത്, എന്തിനാ അച്ഛാ ഈ വാശിയൊക്കെ? അമ്മയോട് സംസാരിച്ചിട്ട് അച്ഛൻ്റെ വാശിയും പിണക്കൊക്കെ മാറ്റി അച്ഛാ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചാലേ ഞങ്ങൾക്കൊരു സന്തോഷമുള്ളൂ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത് ഭയങ്കര വിഷമമാണെന്ന് പറയാണ്. പക്ഷേ സച്ചി പറയണത് കേൾക്കാൻ രവീന്ദ്രൻ തയ്യാറാവുന്നില്ല. രവീന്ദ്രൻ പറയുന്നത് എന്താ വെച്ചാൽ, സച്ചി നീ നിൻ്റെ കാര്യം നോക്ക്, നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു ഇത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങളിതിൽ ഇടപെടേണ്ട ആവശ്യമില്ലയെന്ന്. വീണ്ടും എനിക്കത് തന്നെ പറയാനുള്ളൂ, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് സച്ചിയോട്. അപ്പോൾ ഇവരുടെ സംസാരം മുഴുവൻ കേട്ടിട്ട് മുകളിൽ ചന്ദ്രമതി നിൽക്കുന്നുണ്ട്. ചന്ദ്രമതിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്, കാരണം രവീന്ദ്ര മുറിയിലേക്ക് വരില്ല എന്ന് ചന്ദ്രമതിക്ക് ഉറപ്പായി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛാ മുറിയിൽ പോയി കിടക്ക അച്ഛാ, ഇങ്ങനെ പിണക്കം വേണ്ട അച്ഛാ, അച്ഛൻ മുറിയിൽ പോയി കിടക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്ര സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കോണി ഇറങ്ങി തലോണയും ബെഡ്ഷീറ്റുമായിട്ട് വരുന്ന ചന്ദ്രമതിനെയാണ് ഇവരെല്ലാവരും കാണുന്നത്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ നോക്ക് പറയുമ്പോൾ സച്ചി നോക്കുമ്പോൾ ചന്ദ്രമതി തലോണയും ബെഡ്ഷീറ്റും എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് പറയും രേവതിയോട്, രേവതി ഞാൻ ഹോളിലാണ് കിടക്കണത്, ഞാൻ റൂമിൽ കിടക്കണം, കാരണം ആരും റൂമിൽ കിടക്കാതിരിക്കേണ്ട, ഞാൻ ഹോളിലാണ് കിടക്കണമെന്ന് പറയുമ്പോൾ രേവതി പറയും, അമ്മ എന്തിനാ ഹോളിൽ കിടക്കണം, അമ്മ റൂമിലേക്ക് ചെല്ലേ, അച്ഛൻ വന്നോളൂ എന്ന് പറയും. എന്താടി ഞാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ, എനിക്കെന്താ ഈ റൂമിൽ ഹോളിൽ കിടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ, ഞാൻ ഇന്ന് ഹോളിലാണ് കിടക്കണമെന്ന് വെച്ചാൽ ഞാൻ ഹോളിൽ തന്നെ കിടക്കണം, അതിൽ നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ വിഷമം മുഴുവൻ ചന്ദ്രമതി രേവതിയുടെ മേതയ്ക്ക് തീർക്കാണ്. അപ്പോൾ വീണ്ടും സച്ചി പറയണം, അച്ഛാ ചെല്ലച്ച റൂമിലേക്ക് ചെല്ലച്ച പറയുമ്പോൾ രവീന്ദ്രൻ പറയും, സച്ചി നീ മിണ്ടാതിരിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ ശരി ഞാൻ ഇനി ഒന്നും പറയണില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക പറയാണ് വിഷമത്തോടു കൂടി സച്ചി വീണ്ടും രവീന്ദ്രനെ നിർബന്ധിക്കണം റൂമിൽ പോയി കിടക്കുക. അപ്പോൾ ചന്ദ്ര താഴത്തേക്ക് വന്ന സ്ഥിതിക്ക് രവീന്ദ്രൻ അങ്ങനെ റൂമിൽ കിടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. സച്ചി പറയണം, അച്ഛാ റൂമിൽ പോയി കിടക്കുക പറയുമ്പോൾ നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാം റൂമിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങനെ റൂമിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ കോണി കയറുമ്പോൾ ചന്ദ്ര രവിയേട്ട വിളിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ അവിടെ നിൽക്കണം, രവിയേട്ട എവിടേക്കാണ് ഈ വാശിയും പിണക്കൊക്കെ, എത്ര വഴക്കൂടിയാലും എത്ര തല്ലുകൂടിയാലും പകൽ മുഴുവൻ നമ്മൾ ശത്രുക്കളെ പോലെ കഴിഞ്ഞാൽ രാത്രി രവിയേട്ടൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ട്, ആ സമാധാനം രവിയേട്ടൻ കളയുകയാണോ? ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എത്ര തെറ്റുണ്ടായാലും എത്ര പിണക്കങ്ങളുണ്ടായാലും എത്ര വഴക്കുകളുണ്ടായാലും ഞാൻ എത്ര തന്നെ തല്ലുകൂടിയാലും തെറ്റ് ചെയ്താലും എനിക്ക് രാത്രി രവിയേട്ടൻ്റെ അടുത്ത് കിടക്കുമ്പോൾ ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്, അത്രയും സമാധാനമാണ് എൻ്റെ മനസ്സിലേക്ക്. ആ സമാധാനം രവിയേട്ടന് കളയണോ? രവിയേട്ടൻ ഈ വാശി ഒന്ന് അവസാനിപ്പിച്ചൂടെ രവിയേട്ടാന്ന് ചോദിച്ചിട്ട് ചന്ദ്ര ഭയങ്കര വിഷമത്തോടു കൂടി ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ രവീന്ദ്രന് നല്ല വിഷമമുണ്ട്. രവീന്ദ്രൻ ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ചന്ദ്രയോടൊന്ന് മറുപടി പറയാതെ മോളിലേക്ക് കയറി പോവാണ്. അപ്പോൾ ഇത് മുഴുവൻ സച്ചി രേവതിയിൽ നിന്ന് കാണുന്നുണ്ട്. രേവതി വന്നിട്ട് പറയാണ്, അമ്മ വിഷമിക്കണ്ട, അമ്മ റൂമിലേക്ക് ചെല്ലേ. അപ്പോൾ രേവതിയോടൊരു ചന്ദ്ര ചൂടാവാണ്, എന്തിനു ഞാൻ റൂമിലേക്ക് പോകണം, ഞാൻ ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആ മനുഷ്യ റൂമിലേക്ക് കിടക്കാൻ പോയത്, എനിക്കെന്താ ഇവിടെ കിടന്നൂടെ, ഇപ്പോൾ നീ ഇത് തന്നെയല്ലേ ആഗ്രഹിച്ച്, ഞങ്ങൾ അകലം തന്നെയല്ലേ നീ ആഗ്രഹിച്ച്, നിൻ്റെ ആഗ്രഹം പോലെ നടന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി, ഞാനെന്താ ചെയ്ത്, മതിയടി നിർത്തടി നിൻ്റെ അഭിനയം, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പറഞ്ഞിട്ട് ഈ സങ്കടവും ദേഷ്യം മുഴുവൻ ചന്ദ്ര രേവതിയോട് തീർക്കുകയാണ്. അപ്പോൾ സച്ചി പറയണ, രേവതി വാ വെള്ളം എടുത്തിട്ട് വാ, നമുക്ക് ടെറസിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിനെയും കൂട്ടിയിട്ട് ടെറസിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ്. രവീന്ദ്രൻ മുറിയിൽ കിടന്നുറങ്ങണില്ല. രവീന്ദ്രൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ സച്ചി വീണ്ടും കടന്നു വന്നിട്ട് ചോദിക്കണം, അച്ഛൻ ഉറങ്ങിയില്ലേ ഇതുവരെ, നേരം ഇത്രയായില്ലേ, അച്ഛൻ ഉറങ്ങണ്ടേന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കണം, എന്താ നീ എന്നെ ഉറക്കിയിട്ട് ഇവിടുന്ന് പോവുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അച്ഛനൊന്ന് കിടന്ന് ഉറങ്ങച്ച, അച്ഛനിങ്ങനെ ഉറക്കമൊഴിക്കരുതെന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണ, സച്ചി നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയണം, അച്ഛനൊന്ന് വാശി തീർക്കച്ച, ഒന്ന് പിണക്കം മാറ്റി പറയുമ്പോൾ രവീന്ദ്രൻ പറയും, സച്ചി ഇനി നീ എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പിന്നെ ഒന്നും മിണ്ടാതെ റൂമിൻ്റെ വാതിലടച്ചിട്ട് തിരിച്ചു വരികയാണ്. ഈ സമയത്ത് ചന്ദ്രമതി ഹാളിൽ ഇരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. ഇത് രേവതി കാണുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ രേവതി അതിങ്ങനെ നോക്കി വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പറയും, സച്ചിയേട്ടാ നോക്ക് എന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ ചന്ദ്ര ഇരുന്ന് കണ്ണീര് തുടയ്ക്കണതാണ് അവർ കാണുന്നത്. അപ്പോൾ സച്ചിയോട് പറയും, രേവതി സച്ചിയേട്ടാ നമുക്കൊന്ന് പോയി അമ്മയോട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ നീ ചെല്ലുമെന്ന് പറയും. അങ്ങനെ രേവതി സച്ചിയും കൂടി ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അമ്മയെന്ന് വിളിക്കുകയാണ്. അമ്മയെന്ന് വിളിക്കുമ്പോൾ ചന്ദ്രമതി, എന്തേ നിങ്ങൾ പോയില്ലേ, നിങ്ങൾ ഉറങ്ങാൻ പോയില്ലേ, നിങ്ങൾ
നിങ്ങൾ ഉറങ്ങണില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ ചോദിക്കും. അപ്പോൾ അമ്മ ഇവിടെ ഇങ്ങനെ അച്ഛനും അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെങ്ങനെ കിടന്നുറങ്ങാനാ, നിങ്ങളെങ്ങനെ കിടന്നുറങ്ങാനാ വെച്ചാൽ നിങ്ങൾക്ക് പോയി ഉറങ്ങിക്കൂടെ, എനിക്കിനി ഇവിടെ ഉറങ്ങാനൊരു സൗകര്യം തരില്ലേ നിങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതിയുടെ വേദന ചന്ദ്രമതി അവരുടെ മുമ്പിൽ മറക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയാണ്, അമ്മ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അവിടെ ഇവിടെ ഇരുന്നാൽ ഞങ്ങൾക്കത് ഭയങ്കര വിഷമമല്ലെന്ന് ചോദിക്കുമ്പോൾ രേവതിയോട് പറയണം, പാതിരാത്രി ആയാലും അഭിനയം കൊള്ളാം, നിൻ്റെ അഭിനയത്തിന് യാതൊരുവിധ കുറവുമില്ല, എൻ്റെ വിഷമം ആർക്കും അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവളുടെ സങ്കടങ്ങൾ എണ്ണിപ്പെറുക്കുകയാണ്. അങ്ങനെ ചന്ദ്രയുടെ രവീന്ദ്രൻ്റെ വിഷമങ്ങൾ കാണുമ്പോൾ സച്ചിക്ക് രേവതിക്ക് ഭയങ്കര സങ്കടമുണ്ട്. രേവതി പറയണം സച്ചിയേട്ടാ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവർ കാര്യം എത്ര പുറമെ പിണങ്ങിയാലും അവരുടെ ഉള്ളിൽ അത്രയും സ്നേഹമുണ്ട് രേവതി, അതുകൊണ്ടാണ് അവർക്കിത് സഹിക്കാൻ പറ്റാത്തത്, അവരെത്ര അകന്നിരുന്നാലും അവർ മനസ്സുകൊണ്ട് ഒരുപാട് അടുത്തിട്ടാണ് ഇരിക്കണത്, എങ്ങനെയെങ്കിലും അവരുടെ പിണക്കം തീർക്കണം എന്ന് പറയണം. അപ്പോൾ രേവതി പറയണത് ശരിയാ, അവർ ഉള്ളു തുറന്ന് ചിരിച്ചാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, വീട്ടിൽ നിൽക്കുക, എന്നാലേ ഈ വീട്ടിൽ സന്തോഷം ഉണ്ടാവുള്ളൂ, അതെങ്ങനെയെങ്കിലും അവരുടെ പിണക്കം മാറ്റണം സച്ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ കിടക്കാൻ പോവാണ്. കിടക്കാൻ പോയി പിറ്റേ ദിവസം രാവിലെയായി വർഷ ഗുഡ് മോർണിംഗ് എന്ന് പറയാണ്. അങ്ങനെ വർഷയ്ക്ക് കോഫി എടുത്തു കൊടുത്തു. രേവതി വർഷ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതി വന്നിട്ട് ചോദിക്കും, രേവതി ആൻറ്റിക്ക് ചായ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, ഞാൻ കൊടുത്തു പക്ഷെ കുടിച്ചില്ല, എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് പറയും. അപ്പോൾ വർഷ ചോദിക്കും, ആൻറ്റിയുടെ ദേഷ്യം ഇതുവരെ തണുത്തില്ലേ, അവരുടെ പ്രശ്നം സോൾവ് ആയില്ല ചോദിക്കുമ്പോൾ ഇല്ല പക്ഷേ അവർ മിണ്ടണമൊന്നുമില്ല എന്ന് പറയും രേവതി. അപ്പോൾ ശ്രുതി പറയും, എങ്ങനെ മിണ്ടാൻ, ആൻറ്റിക്ക് നല്ല വിഷമമുണ്ട്, ആൻറ്റി പാവം ഒരുപാട് വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയും, അതിനിപ്പോൾ രേവതി ചേച്ചി എന്ത് പഴിച്ചു, എന്തിന് രേവതി ചേച്ചിയോട് ദേഷ്യപ്പെടണത്, ആൻറ്റി വിഷമിച്ചിരിക്കുന്നത് ആൻറ്റിയുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം സുധിയേട്ടനല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുക, എന്തിനാ സുധിയെ കുറ്റപ്പെടുത്തുന്നത്, സുധിയേട്ടനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നോ, സുധിയേട്ടൻ ഒരാളല്ലേ, രേവതിയുടെ സ്വർണ്ണങ്ങൾ എടുത്ത് വിറ്റോണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായി, സുധിയേട്ടൻ അത് ചെയ്യാതിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, എല്ലാവരും എല്ലാം ലാസ്റ്റ് കൊടുത്ത് സുധിയുടെ അടുത്തേക്കാണല്ലോ ഇടുന്നത്, സുധി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ, പിന്നെ അല്ലാതെ അറിയാതെ രേവതി ചേച്ചിയുടെ ആഭരണങ്ങൾ സുധിയേട്ടൻ്റെ കയ്യിലേക്ക് പറന്നു വന്നതാണോ, എന്തിനാ ശ്രുതി ചേച്ചി സുധിയേട്ടനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണേന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ രേവതി പറയും, ഒന്ന് നിർത്തുമോ നിങ്ങൾ രണ്ടാളും വഴക്ക്, അച്ഛൻ്റെ അമ്മയുടെ പിണക്കം എങ്ങനെയെങ്കിലും മാറ്റണം, അവർ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, എന്തായാലും അച്ഛൻ്റെ അമ്മയുടെ പിണക്കം മാറ്റണം, നിങ്ങളിനി അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളും കൂടി ഇങ്ങനെ വഴക്കൂട്ടിയിട്ട് മിണ്ടാതിരുന്നു, അപ്പോൾ നല്ല രസം ഉണ്ടാവും ഈ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് രേവതി രണ്ടുപേരെയും ശാസിക്കുകയാണ്. എന്നിട്ട് പറയും, ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ പിണക്കം മാറ്റണം, ഞാൻ സംസാരിക്കാൻ പോയാൽ അമ്മ എന്നോട് എന്തായാലും വഴക്കൂടാൻ വരുള്ളൂ. അപ്പോൾ വർഷ പറയും, നമ്മളിതിൽ ഇടപെടണത് എന്തിനാ രേവതി ചേച്ചി, അവർ തമ്മിലുള്ള പ്രശ്നം അവർ തീർക്കട്ടെ, വർഷേ നിൻ്റെ വീട്ടിൽ നിൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് പിണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇടപെടില്ലേ, ഞാൻ ഇടപെടില്ല, അവർ തമ്മിലുള്ള പിണക്കം അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ, നമ്മളെന്തിനാ ഇടപെടുന്ന രേവതി ചേച്ചി എന്ന് പറയുമ്പോൾ ശ്രുതി പറയാണ്, ശരിയാണ് അവർ തമ്മിലുള്ള പിണക്കം നമുക്ക് തീർക്കണം കേട്ടോ, കാരണം എന്താ വെച്ചാൽ ആൻറ്റിക്ക് നല്ല വിഷമമുണ്ട്, ആൻറ്റി ഭക്ഷണമൊന്നും കഴിക്കണേ ഇല്ല, നല്ല സങ്കടത്തിലാണ് ആൻറ്റി ഇരിക്കുന്നത്, അവർ തമ്മിലുള്ള പിണക്കം നമുക്ക് തീർക്കണം, രേവതി പറഞ്ഞത് ശരിയാണെന്ന് പറയാണ് ശ്രുതി. രേവതി പറയും, ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മ എന്തായാലും എന്നോട് ദേഷ്യപ്പെടും, നിങ്ങളൊരു കാര്യം ചെയ്യോ, ഞാൻ കൂടെ വരാം, നിങ്ങൾ രണ്ടുപേരും അമ്മോട് പറഞ്ഞ് സംസാരിച്ചിട്ട് അവരുടെ പിണക്കം മാറ്റാൻ നോക്കുക പറയണം. അപ്പോൾ വർഷയും ശ്രുതി പറയും, ശരി ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ മൂന്നുപേരും കൂടി ബാമേനെ കാണാൻ വേണ്ടി ചന്ദ്രനെ കാണാൻ വേണ്ടി പോവാണ്. ചന്ദ്രയുടെ റൂമിലേക്ക് പോകുമ്പോൾ ചന്ദ്ര ബാമേനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാമ ഫോൺ എടുക്കണില്ല. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്താ ഇവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, ഇവള് ഫോൺ എടുക്കണില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് രേവതിയും ശ്രുതിയും വർഷയും കൂടി ചന്ദ്രയുടെ റൂമിലേക്ക് വരുമ്പോൾ എന്താ മൂന്ന് പേരും കൂടി വന്നേക്കണമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് രേവതിയോട് ചോദിക്കും, എന്താടി നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ല, നീ കടന്നു പോ എൻ്റെ മുമ്പിൽ എന്ന് പറയാണ്. അപ്പോൾ വർഷ പറയും, എന്തിന് രേവതി ചേച്ചിയോട് ചൂടാവണേ, രേവതി ചേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആൻറ്റിയെ കാണാൻ വന്നത് പറയും. എന്താടി നിനക്ക് എന്നോട് പറയാനുള്ളത്, നിനക്ക് എന്നോട് എന്താ സംസാരിക്കാനുള്ളത് ചോദിക്കുമ്പോൾ രേവതിയോട് ചോദിക്കുമ്പോൾ വർഷ പറയും, ആൻറ്റി എന്തിന് രേവതി ചേച്ചിയോട് ചൂടാവണേ, അല്ല നിനക്കെന്താ സംസാരിക്കാനുള്ളത്, നിനക്ക് തരാനുള്ള പൈസ 2 ലക്ഷം രൂപ അവർ തന്നില്ലേ, പിന്നെന്താ സംസാരിക്കാനുള്ള ചോദിക്കുമ്പോൾ 2 ലക്ഷം ആൻറ്റി കൊടുത്തിട്ടുള്ളൂ, ബാക്കി 3 ലക്ഷം കൂടി കൊടുക്കാണ്ടല്ലോ പറയുമ്പോൾ അത് കേട്ടെന്ന് ശ്രുതി പറയും, ആ 3 ലക്ഷം കൊടുക്കുമല്ലോ, അധികം താമസിയാതെ തന്നെ ഞാനത് കൊടുത്തോളും, ഞങ്ങളിപ്പോൾ അതിനല്ല വന്നത്, ഞങ്ങൾ ആൻറ്റിയോട് സംസാരിക്കാനാണ് വന്നത്, ആൻറ്റി പിണക്കൊക്കെ മാറ്റിയിട്ട് അങ്കിളിനോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, അതിനെങ്ങനെ, ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ ആ മനുഷ്യന് ഇഷ്ടമില്ലല്ലോ, ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് സമാധാനം കളയാന്നല്ലേ പറയണത്, പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് പറയാണ് ചന്ദ്രമതി.
അങ്ങനെ വർഷി ശ്രുതിയും കൂടിയിട്ട് രവീന്ദ്രനോട് സംസാരിക്കാൻ ചന്ദ്രനെ നിർബന്ധിക്കുമ്പോൾ ചന്ദ്ര പറയണം ഞാനെങ്ങനെ സംസാരിക്കും, ഞാൻ സംസാരിക്കാൻ പോകുമ്പോഴേക്കും അദ്ദേഹം പോവല്ലേ, അദ്ദേഹം ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ കൂടി എന്നോട് പറയാറില്ല എവിടേക്കാണ് പോകണമെന്ന്, ഒക്കെ ഇവളോട് പറഞ്ഞിട്ടല്ലേ പോണ്, ഇവളുടെ ആഗ്രഹം പോലെ നടന്നില്ലേ, ഇപ്പോൾ ഇവള് സന്തോഷിച്ചുകൊണ്ടിരിക്കല്ലേ ഞങ്ങളുടെ പിടക്കം കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ വർഷ ചോദിക്കും എന്ത് വർത്താനം ആൻറ്റി പറയണം, ആൻറ്റി ഇത്തിരി മര്യാദയുള്ള സംസാരമാണ് സംസാരിക്കുന്നത്, രേവതി ചേച്ചി എന്ത് പഴിച്ചു, എന്നിട്ടും രേവതി ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ, ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇവൾ ഒറ്റ എടുത്ത് ഇതിനൊക്കെ കാരണം എന്ത് കാരണം, ആൻറ്റി അല്ലേ കാരണം, രേവതി ചേച്ചിയുടെ സ്വർണ്ണം എടുത്തത് ആൻറ്റി ചെയ്ത തെറ്റല്ലേ, രേവതി ചേച്ചിയുടെ സ്വർണ്ണം എടുത്ത് ആൻറ്റിയുടെ മോന് കൊടുത്ത് തെറ്റല്ലേ, രേവതി ചേച്ചിയോട് പറയാതെ ചോദിക്കുമ്പോൾ അത് പിന്നെ നമ്മുടെ വീട്ടിലെ സ്വർണ്ണം, നമ്മുടെ വീട്ടിലത്തെ സ്വർണ്ണമല്ല, അത് രേവതി ചേച്ചിയുടെ മാത്രം സ്വർണ്ണം, അത് എടുക്കുമ്പോൾ രേവതി ചേച്ചിയോട് ചോക്കനായിരുന്നു, ആൻറ്റി അല്ലേ തെറ്റ് ചെയ്തത്, അപ്പോൾ ഇവിടെ തെറ്റുകാരി ആൻറ്റിയാണ് അല്ലാണ്ട് രേവതി ചേച്ചി അല്ല പറയുമ്പോൾ ശ്രുതി പറയും എന്തിനാ വർഷം ഇനിയിപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കണത്, ആൻറ്റി പോയി അങ്കിളിനോട് സംസാരിക്കുകയെന്ന് പറയണം, സംസാരിക്കുകയെന്ന് പറയുമ്പോൾ വീണ്ടും ചന്ദ്ര രേവതിയോട് ചൂടാവുകയാണ്, നിനക്കിപ്പോൾ സമാധാനമായില്ലേ, നീ വിചാരിച്ച പോലൊക്കെ നടക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയണ അതെ ഇതിലൊരു മാർഗ്ഗമുണ്ട്, ആൻറ്റിയോട് അങ്കിളും ഉണ്ട് ഒരു മാർഗ്ഗമുണ്ട്, ആൻറ്റി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി പറയാം, അപ്പോൾ അതെന്താ ചോദിക്കുക എല്ലാവരും കൂടിയിട്ട് രേവതിയും വർഷയും ആൻറ്റിയും കൂടിയിട്ട് ഇങ്ങനെ അല്ല രേവതിയും ശ്രുതിയും ആൻറ്റിയും കൂടിയിട്ട് ഇങ്ങനെ വർഷം നോക്കുമ്പോൾ വർഷം പറയും ആൻറ്റി രേവതി ചേച്ചിയോട് മാപ്പ് പറഞ്ഞാൽ മതി, അപ്പോൾ അങ്കിൾ ആൻറ്റിയോട് മിണ്ടും, അപ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം കൊണ്ട് പറയും ഇതിനാണല്ലേടി നീ ഇവരെ കൂട്ടിയിട്ട് വന്നത്, നിന്നോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടാണല്ലേടി നീ ഇവരെ കൂട്ടിയിട്ട് വന്നത് ചോദിക്കുമ്പോൾ രേവതി ഈശ്വര ഞാനിതൊന്നും ഇവരോട് സംസാരിച്ചിട്ട് കൂടിയില്ല എന്ന് പറയും രേവതി. ആൻറ്റി ഒരു കാര്യം ചെയ്യും മാപ്പ് പറയേ, ആൻറ്റി മോനും കൂടി രേവതി ചേച്ചിയോട് സച്ചേട്ടനോട് മാപ്പ് പറയുമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും ഞാൻ മാപ്പ് പറയാനോ, ഞാൻ മാപ്പ് പറഞ്ഞിട്ട് ഇവള് മാപ്പ് കേൾക്കുന്നൊന്നും വിചാരിക്കണ്ട എന്ന് പറയും, കണ്ടില്ല ഇവളുടെ മനസ്സിൽ ഇപ്പോൾ ഇവളിത് പറഞ്ഞിട്ട് വർഷേനെ കുത്തിത്തിരിപ്പിച്ച് കൊടുന്നേക്കുക, ശ്രുതി കേട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയും ആൻറ്റി ചെയ്ത തെറ്റിന് ആൻറ്റി മാപ്പ് പറയാതെ അങ്കിൾ ആൻറ്റിയോട് മിണ്ടൊന്ന് ആൻറ്റി വിചാരിക്കേ വേണ്ട, ഒന്നാമത് ആൻറ്റി ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്, മകൻ തെറ്റ് ചെയ്യണേനെ ആൻറ്റി കൂട്ടു നിൽക്കുക ചെയ്തത്, ഒരിക്കലും മകൻ ഇങ്ങനെയല്ല പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ചന്ദ്രനെ കുറേ ഉപദേശിക്കുകയാണ്, ആൻറ്റി വേണമെങ്കിൽ പറഞ്ഞോ, ആൻറ്റി വേണമെങ്കിൽ മാപ്പ് പറഞ്ഞാൽ മതി, അങ്കിൾ മിണ്ടണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാ രേവതി ചേച്ചി പറഞ്ഞിട്ട് വർഷ രേവതിനെയും കൂട്ടിയിട്ട് റൂമിൽ നിന്ന് പോവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ചന്ദ്ര ശ്രുതിയോട് പറയും കേട്ടോ ശ്രുതി ആ പെണ്ണ് പറയണത് കേട്ടില്ലേ, പൂക്കാരി അവളെയും കൂടി പറഞ്ഞിട്ട് അവളുടെ വശത്താക്കി വെച്ചേക്കാണ് പറയുമ്പോൾ ശ്രുതി പറയും ആൻറ്റി ഒരാളോട് മാപ്പ് പറയണ്ട, ആൻറ്റി ഒരു കാഞ്ചി ആൻറ്റി ചെന്ന് അങ്കിളിനോടൊന്ന് സംസാരിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കാൻ പോയിട്ട് എന്താ കാര്യം, രവിയേട്ടൻ സമ്മതിക്കണ്ടേ, ഇനിയിപ്പോൾ രവിയേട്ടനെ എപ്പോഴും എന്നോട് സംസാരിക്കാൻ തോന്നണമെന്ന് വെച്ചാൽ അപ്പോൾ രവിയേട്ടൻ എന്നോട് സംസാരിക്കട്ടെ, ഞാൻ ഇനി ഒന്നും പറയാമെന്ന് പറഞ്ഞില്ല, എനിക്ക് ഈ വീട്ടിൽ നിൽക്കണമെന്ന് പോലും ആഗ്രഹമില്ല, ഞാനേ ഒന്ന് ബാമയെ കണ്ടിട്ട് വരാമെന്ന് പറയാണ് ശ്രുതിയോട്. അങ്ങനെ ചന്ദ്ര ഭയങ്കര വിഷമത്തിലാണ്, അങ്ങനെ ബാമേനെ കാണണമെന്ന് തീരുമാനിക്കുകയാണ്. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സച്ചി ഇച്ചിയും കൂടി കാർ ഷോറൂമിലേക്ക് രേവതിയുടെ ആഗ്രഹപ്രകാരം ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഈച്ച ചോദിക്കുന്നുണ്ട് ഈ സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളത് ആരുടെ പ്ലാനിങ്ങാണ് സച്ചി ചോദിക്കുമ്പോൾ അത് രേവതിയുടെ പ്ലാനിങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് വിവരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പൈസ ഉണ്ട് നിൻ്റെ കയ്യിൽ ചോദിക്കുമ്പോൾ സുധി രേവതിയുടെ ആഭരണങ്ങൾ വിറ്റാലത്ത് 2 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കാം, ബാക്കി ലോൺ ഇടാനാണ് അവിടെ ചോദിക്കുക. അപ്പോൾ ആ ലോൺ ഇടാനാണ് പറയുക. അപ്പോഴേക്കും ഷോറൂമിൻ്റെ ഓണർ വന്നിട്ട് ആ സച്ചി വായ പറയുമ്പോൾ അങ്ങനെ സച്ചിനെ ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുക്കുമ്പോൾ പറയും സച്ചി നീ അന്ന് കൊണ്ടുവന്ന ആൾക്കാർ കാർ വാങ്ങി പോയില്ലേ, അവർ വേറെ 3-4 പാർട്ടികളെ കൂടി വിട്ടുണ്ടായിരുന്നു, അവരും വലിയ വലിയ കാറാണ് മേടിച്ചിട്ട് പോയത്, നല്ല വിലയുടെ കാറുകളാണ് മേടിച്ചിട്ട് പോയത് പറയും. അപ്പോൾ ഈച്ച പറയും അപ്പോൾ സച്ചി കാരണം നിങ്ങൾക്ക് കുറേ കച്ചവടം നടന്നില്ല ചോദിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ കമ്മീഷൻ സച്ചിക്ക് കൊടുത്തോട്ടെ പറയുമ്പോൾ അദ്ദേഹം പറയും അതിന് ഞാൻ കമ്മീഷൻ കൊടുത്താൽ അവൻ മേടിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി ചിരിക്കുകയാണ്. അങ്ങനെ സച്ചി കാർ എടുക്കാൻ പോവുകയാണ്. ആ ഒരു ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്